ഹായ് നമസ്കാരം. ഇവിടെ സ്വന്തം അളിയൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നൊരു മരിച്ചിന് അല്ലെങ്കിൽ കപ്പ എന്നൊക്കെ ഇവിടെ പറയും, അത് പുഴാനുള്ള തയ്യാറെടുപ്പാണ്. കാരണം എന്ന് പറഞ്ഞാൽ അളിയൻ നല്ല ബിൽഡപ്പിൽ നിൽക്കുകയാണ്. ഏകദേശം ഒരു 100 കിലോ കിഴങ്ങെങ്കിലും അതിനകത്ത് കാണും. അതുകൊണ്ടാണ് ഇത്രയും ബിൽഡപ്പിൽ നിൽക്കുന്നത്. കണ്ട മാരക ആയുധങ്ങളെല്ലാം ഉണ്ട്. ഒരു കഴിഞ്ഞ പ്രാവശ്യം അമ്മ നട്ടതാണ്, ഞാനല്ല നട്ടത്. എന്തായാലും നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലോട്ട് പോവാം. ബാ. ഇതാണ് അളിയൻ പറഞ്ഞ ആ കപ്പ. കണ്ടല്ലോ, അതായത് ആകാശമുട്ട ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അളിയൻ പറഞ്ഞത് ഇതിൻ്റെ ഏകദേശം 100 കിലോ കിഴങ്ങ് ഉറപ്പായിട്ടുണ്ടാകുമെന്ന്. കണ്ടില്ലേ, കൈ പിടിച്ചാൽ പോലും എത്തുന്നില്ല. മൂട് ഭാഗമൊക്കെ നല്ല കടയൊക്കെ നല്ല വണ്ണമാണ്. പിന്നെ നമ്മളിവിടെ മരിച്ചിനി, അതുപോലെ തന്നെ കപ്പ എന്നൊക്കെ പേരുണ്ട്. നമ്മൾ കുറച്ച് വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആ പേര് ഇവിടെ പറയാൻ പറ്റില്ല, മൊട്ടൻ തെറിയാണ്. അതുകൊണ്ട് എന്തായാലും ആ പേര് അളിയൻ പറയുന്നില്ല. നമുക്കിതിനെ പുഴുത് കിഴങ്ങെടുത്ത് നമുക്ക് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ചുവടിലെ വേസ്റ്റൊക്കെ അങ്ങ് മാറ്റാം. വേണ്ട, ഒത്തിരി വേസ്റ്റൊക്കെ, അതായത് മൂട് ഇങ്ങനെ ചേരാതിരിക്കാനേ. വേണ്ട, ഫസ്റ്റ് നമ്മുടെ ഒരു കിഴങ്ങ് കണ്ടു തുടങ്ങി. അതെവിടെയുണ്ട്, ഇവിടെ നല്ല സൈസുള്ള കിഴങ്ങാണ്. ഇവിടെ നന്നായി അനങ്ങുന്നില്ല, നല്ല ഉറപ്പാണ്. ഇനി ഇവിടെ കാണിച്ചു. വേണ്ട, അടുത്ത കിഴങ്ങ് ഇതാ പോകുന്നുണ്ട്. വേണ്ട, അത്യാവശ്യം നല്ല സൈസുള്ള കിഴങ്ങാണ് ഇവിടെ. ഈ ഒരു കിഴങ്ങ് തന്നെ 10-25 കിലോ വരും. കൊമ്പുകളൊക്കെ മുറിച്ച് മാറ്റണം. വേണ്ട, ഒരു കൊമ്പ് വേണ്ട, നല്ല സൈസുണ്ട്. ഇത് നമുക്ക് നടാൻ പറ്റുന്ന സാധനമാണ്, കമ്പ് കണ്ട നടാനുള്ളത്. ഇത് കിഴങ്ങൊക്കെ കണ്ട് ആവശ്യമുള്ളവർക്ക് നടാൻ വേണ്ടി ഇതിൻ്റെ തണ്ട് തരുന്നതായിരിക്കും. അളിയനെ വിളിച്ചാൽ മതി. അങ്ങനെ അതെല്ലാം വെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനി ചുവടൊക്കെ ഇളക്കി സെറ്റാക്കി കിഴങ്ങ് പുറത്തെടുക്കാം. കിഴങ്ങൊക്കെ നല്ല സൈസാണ്, അതുകൊണ്ട് മാക്സിമം ഒരെണ്ണം അതാ ഒരു ചെറിയ കിഴങ്ങ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വേണ്ട, 100-ൽ അര കിലോയുടെ കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കൊരു കിഴങ്ങ് വെട്ടിയെടുക്കാം. ഇങ്ങോട്ട് വന്ന് വെള്ളം അടിക്കും. വേണ്ട, ഇങ്ങോട്ട് താങ്ങ.
അടുത്ത മരിച്ചിനി നമുക്ക് വെട്ടിയെടുക്കാം. ഇതാണ്ട നല്ല സൈസ് കിഴങ്ങ് ഉണ്ടാ. വേണ്ട അടുത്ത എല്ലാം നല്ല സൈസ് കിഴങ്ങാണ്. വേണ്ട വേണ്ട ഇത് കമ്മലായിട്ടൊക്കെ ഉപയോഗിക്കാം, നല്ല മോഡലാണ്. ഇങ്ങനെ വെറൈറ്റി മരിച്ചിനികൾ നമ്മൾ ഇതിനകത്തുണ്ട്. വേറൊരു മോഡൽ കാണിച്ചു തരാം. വേണ്ട ഇത് 2 രീതി തരാം. ഡബിൾ തൂക്ക് ഇതൊന്നും ആയിട്ടില്ല. ഇനിയും വേണ്ട നല്ല ഉറപ്പാണ്. ഇന്നുകൊണ്ട് അടുത്തതൊന്നുകൂടെ അത് വെട്ടി വയ്ക്കുക. ഇതാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയ കിഴങ്ങ്. ഇത് ആനക്കൊമ്പൻ മരിച്ച് നളിയൻ പറഞ്ഞില്ലേ, ഇത് ആനയുടെ കൊമ്പിൻ്റെ അത്ര വലിപ്പമുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും പുഴുത് നോക്കുമ്പോൾ അറിയാം ആനയാണോ പശുവിൻ്റെ കൊമ്പാണോ. അയ്യോ അങ്ങനെ ആളി വേണ്ട ആനക്കൊമ്പിന്നെ വേണ്ട നല്ല സൈസ്. അപ്പോൾ ആനക്കൊമ്പൻ മരിച്ചിനിന്ന് നമ്മൾ ഉറപ്പിച്ച്. ഇനിയുണ്ട് അയ്യോ അതും നല്ല സൈസാണോ. വേണ്ട അടുത്തത് ഇനി കൊണ്ട് തീർന്നിട്ടില്ല. വേണ്ട നല്ല സൈസ് കിഴങ്ങൾ. ഇനി അയ്യോ അളിയെ തളർന്നു. സത്യം പറഞ്ഞ അളിയെ കണ്ട വേർത്ത് ഒരു പരുവായിട്ടുണ്ട്. ഇനി ഒരു കിഴങ്ങ് കൂടെ ഉണ്ട്. ഒന്നല്ല 2 കിഴങ്ങ് കൂടെ. വേണ്ട അളിയെ നിങ്ങൾക്ക് വേണ്ടി ഇതാണ്ട സെറ്റായിട്ട് കപ്പയൊക്കെ പൊഴുത് ആനക്കൊമ്പൻ കപ്പ പൊഴുത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നില്ലേ?
അതായത് നമ്മൾ കഷ്ടപ്പെട്ട് ഒരു വർഷം കാത്തിരുന്ന് ഇതുപോലെ വിളവെടുക്കുമ്പോൾ അതിൻ്റെ സന്തോഷം ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് അളിയൻ പറയുന്നത്, എന്തായിട്ടായാലും വീട്ടുവളപ്പിലൊരു ഫ്രൂട്ടോ ഇതുപോലെ കപ്പയോ വാഴയോ എന്തായിട്ടായാലും ഒരു ഫ്രൂട്ടോ എന്തെങ്കിലും നടുക. അതിൽ നിന്ന് ഇതുപോലെ വിളവെടുക്കുമ്പോൾ അതിൻ്റെ അനുഭവം വേറൊന്നാണ്. അവിടെ അളിയൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.